بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. സൂറത്തുൽ ഫാത്തിഹയുടെ കാതൽ മനുഷ്യനും അള്ളാഹു തമ്മിലുള്ള പ്രതിജ്ഞ. അള്ളാഹു തന്നെ പറയുന്നത് ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് ഞാനും എൻ്റെ ദാസനും തമ്മിലുള്ള ബന്ധം. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അള്ളാഹു 300-ലധികം ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 4 പേരാണ് പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ബാക്കി 3 ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ, 4ാമത്തെ വേദഗ്രന്ഥം. ഖുർആനിൻ്റെ ആശയങ്ങളുടെ സംക്ഷിപ്തമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്. അഥവാ ഖുർആനിന് എന്തൊക്കെ മനുഷ്യരോട് പറയാനുണ്ടോ ആ പറയാനുള്ളത് മുഴുവനും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഈ ആയത്തിനർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. നിന്നെ മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞാൻ ഇസ്തിആനത്ത് ചെയ്യുന്നു. ഇബാദത്തിന് സാധാരണയായി നൽകാറുള്ള അർത്ഥം ആരാധന എന്നാണ്. ഇസ്തിആനത്തിന് സാധാരണയായി നൽകപ്പെടാറുള്ള അർത്ഥം സഹായാർത്ഥന എന്നാണ്. ഇബാദത്ത് അബദ എന്ന ധാതുവിൽ നിന്നുണ്ടായതാണ്. അബദ എന്ന ധാതുവിൽ നിന്ന് തന്നെ ഉബൂദിയത്ത് എന്നൊരു പദവും കൂടി ഉണ്ടായിട്ടുണ്ട്. ഉബൂദിയത്തിന് 2 മൂലങ്ങളുണ്ട്. ഒന്ന് അബുദയാണ്, ഒന്ന് അബദയാണ്. ഉബൂദിയത്തിനർത്ഥം അടിമത്വമെന്ന്, നേർക്ക് നേരെയുള്ള അടിമയാകുന്ന പ്രവർത്തനത്തിനാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. എന്നാൽ ആരാധന എന്ന അർത്ഥത്തിലും ഉബൂദിയത്ത് എന്ന് പ്രയോഗിക്കും. എന്നാൽ ഇബാദത്ത് ആരാധനയാണ്. എന്താണ് ഇബാദത്ത്? ആരാധന എന്ന് പറയുമ്പോൾ ഒരു മലയാള പദം അതിനേറ്റവും തത്തുല്യമായൊരു ശബ്ദം അർത്ഥമായി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇബാദത്ത് ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കലാണല്ലോ അടിമത്വം. അയാളുടെ എല്ലാ അവകാശങ്ങളും വ്യക്തിപരമായ അവകാശങ്ങളും മറ്റൊരാൾക്ക് വിധേയമാവലാണ് അടിമത്വം. അതാണ് ഉബൂദിയത്ത്. അതിൽ താഴ്മയുണ്ട്, വിനയമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇബാദത്ത് അതിനപ്പുറത്താണ്. താഴ്മയുടെയും വിനയത്തിൻ്റെയും എല്ലാം അങ്ങേ അറ്റം, അക്സ ആയത്തു തദല്ലുൽ ഖുദൂ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. താഴ്മയുടെയും വിനയത്തിൻ്റെയും എല്ലാം അങ്ങേയറ്റം. എന്നാൽ താഴ്മയും വിനയവും മാത്രമാണോ ഇബാദത്ത്? അല്ല, മറിച്ച് സ്നേഹവും ഭയവും എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അടിമത്തം ഉബൂദിയത്ത് എന്ന് പറയുമ്പോൾ ഒരാളുടെ ശരീരം മറ്റൊരാൾക്ക് കീഴ്പ്പെടുന്നത്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഒരാളുടെ ശരീരവും മനസ്സും ആത്മാവുമല്ല മറ്റൊരാൾക്ക് പൂർണ്ണമായും കീഴ്പ്പെടലാണ്, സമർപ്പിക്കലാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്താണ് എന്ന് അറബികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്കറിയാം എന്താണ് ഇബാദത്ത് എന്നും എന്താണ് ഉബൂദിയത്ത്. ഇബാദത്ത് അള്ളാഹുവിനോട് മാത്രമെന്ന് അറബികളോട് പറഞ്ഞപ്പോൾ അവരിൽ അടിമയായ ബിലാലിനും അള്ളാഹുവിനും മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ആളുകളായി തീരാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അവിടുത്തെ രാഷ്ട്ര നിയമങ്ങൾ അബൂജഹലിൻ്റെയും
അബൂ സുഫിയാനിന്റെയും എല്ലാം രാഷ്ട്ര നിയമങ്ങൾ, ഗോത്ര നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു. ആ ഇബാദത്ത് ഇതിനെല്ലാം അപ്പുറത്താണെന്ന് അർത്ഥം. ആ ഇബാദത്ത് പൂർണ്ണമായും അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഇബാദത്താണ് എന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഈ പൂർണ്ണമായ വിനയം വേണം, ഈ പൂർണ്ണമായ താഴ്മ വേണം, അതോടൊപ്പം തന്നെ അള്ളാഹുവിനുള്ള സ്നേഹമുണ്ടാകണം, അള്ളാഹുവിനെ ഭയപ്പെടുകയും വേണം. ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കർമ്മങ്ങളാണ് ഇബാദത്താകുന്നത്. കർമ്മങ്ങൾ കേവലം ആചാരങ്ങൾ മാത്രമായി തീരുമ്പോൾ അത് ഇബാദത്താവില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. പടച്ചവനോട് മനസ്സ് പൂർണ്ണമായും താഴ്മപ്പെട്ടുകൊണ്ട് വിനയത്തോടു കൂടി അവന്റെ സ്നേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ബഹുമാന പുരസ്സരം ഭയപ്പെട്ടുകൊണ്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ഇബാദത്തായി തീരുകയുള്ളൂ. അതേപോലെ തന്നെ താഴ്മയുടെയും വിനയത്തിന്റെയും അത്യുന്നതമായ ഭാവമാണ് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ പ്രകടമാകേണ്ടത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴ്മയുടെയും വിനയത്തിന്റെയും അത്യുന്നത ഭാവം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ പ്രകടമാകണം. ഈ ഇബാദത്തിനു വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നാം ആ മനുഷ്യനെയോ ജിന്നുകളെയോ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ആ മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം തന്നെ, ജിന്നുകളുടെ സൃഷ്ടിയുടെ ലക്ഷ്യം തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. ആ ഇബാദത്തിൽ എന്തൊക്കെ ഉൾപ്പെടും? എല്ലാം ഉൾപ്പെടും. ഈ പറഞ്ഞ അത്യുന്നതമായ വിനയവും സ്നേഹവും അതോടൊപ്പം തന്നെ താഴ്മയും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരാളെ അനുസരിക്കുകയാണെങ്കിൽ അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇബാദത്തിന്റെ ഭാഗമാണ് താഅത്ത് എന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. ഈ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അത്യുന്നതമായ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് അടിമയാകുന്നത് ഇബാദത്താണ് തീർച്ചയായും. അവിടെ അടിമത്വം എന്നത് കേവലം ശരീരത്തിന്റെ അടിമത്വമല്ല, മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഒരാൾക്ക് കീഴ്പ്പെടലാണ് അവിടെ ഇബാദത്ത്. അതേപോലെ തന്നെ ഈ താഴ്മയും വിനയവും ഉൾക്കൊണ്ടുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഇബാദത്തായിത്തീരും. ഇബാദത്തിന്റെ യഥാർത്ഥത്തിൽ ഉള്ള പൂർണ്ണത എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് സ്വയം ഏറ്റെടുക്കുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഉബൂദിയത്ത് ആരും സ്വയം ഏറ്റെടുക്കാറില്ല. അഥവാ ഒരാളും ഞാൻ നിന്റെ അടിമയായി കൊള്ളാമെന്ന് സ്വയം ഏറ്റു പറയാറില്ല, പോയി പറയാറില്ല. മറിച്ച് ഇബാദത്ത്, ഞാൻ ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന് മാത്രം നൽകുന്ന പൂർണ്ണമായ അർത്ഥത്തിലുള്ള അടിമത്വവും അനുസരണവും ആരാധനയുമല്ല. പക്ഷേ ഇത് പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? അവിടെയാണ് നമ്മൾ അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ഭയപ്പെടുന്നു, അള്ളാഹുവിൽ നിന്ന് എങ്ങനെ നമ്മൾ കാക്ഷിക്കുന്നു എന്ന പ്രശ്നം ഉൾപ്പെടുന്നു. അവിടെയാണ് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടതും മറ്റു ആർക്കും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്നാണെങ്കിൽ ആ ഇബാദത്ത് മറ്റൊരാൾക്കും ചെയ്തുകൂടാ. അപ്പോൾ അനുസരണം, മറ്റാരെയും നമുക്ക് അനുസരിക്കാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽപ്പെട്ട ഉലുൽ അംറിനെ അനുസരിക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളെ അവർ ശിർക്കല്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും അവരനുസരിക്കേണ്ടത് മക്കളുടെ ബാധ്യതയാണ് എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അനുസരണം എന്നത് കേവലം ഇബാദത്തിന് അർത്ഥകൽപ്പനയിൽപ്പെട്ടുകൂടാ. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചതിന് ശേഷവും
അതിനെ കീഴ്പ്പെട്ടതിന് ശേഷവും അവർ അടിമകളായി നിലകൊണ്ടിട്ടുണ്ട്. അവിടെ അടിമത്വം എന്നും കേവലമായ അർത്ഥത്തിൽ ഇബാദത്തിന് അർത്ഥമായി പറഞ്ഞുകൂടാ. അവിടെ ആരാധന എന്ന അർത്ഥം പറയുന്നു. എന്തുകൊണ്ട്? തീർച്ചയായും ആ അർത്ഥമാണ് മലയാളത്തിൽ ഏറ്റവും പരിപക്വമായ അർത്ഥം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അഥവാ ഏത് കർമ്മമാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി ആ രൂപത്തിൽ ചെയ്യുന്നതായി തീരുമ്പോൾ, അഥവാ പൂർണ്ണമായ അർത്ഥത്തിലുള്ള വിനയവും പൂർണ്ണമായ അർത്ഥത്തിൽ ഉള്ള സ്നേഹവും താഴ്മയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാകുമ്പോൾ അത് ഇബാദത്തായി തീരുന്നു. ഇങ്ങനെ ഇബാദത്ത് ഇവിടെ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അവന് മാത്രമാക്കുക എന്നത് മാത്രമല്ല, അത് പ്രസന്റ് ടെൻസിലാണ്, അഥവാ വർത്തമാനത്തിലാണ് പറയുന്നത്. ഞാൻ ചെയ്തു എന്നല്ല, ഞാൻ ചെയ്യുമെന്നുമല്ല, മറിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇയ്യാക നഅ്ബുദു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഥവാ ഇന്നലെ ചെയ്തിരുന്നു, ഇന്ന് ചെയ്യുന്നു, നാളെ മരണം വരെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനും വേണ്ടി മാത്രമായിരിക്കും എൻ്റെ ആരാധന. അള്ളാഹുവിനായിരുന്നു ഞാൻ ആരാധന ചെയ്തിരുന്നത്, അള്ളാഹുവിനായിരുന്നു ഞാൻ ഇബാദത്ത് ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാളെയും ഞാൻ അള്ളാഹുവിനായിരിക്കും ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ ഇബാദത്തിനെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ, അത് എന്താണ് എന്നറിയാൻ, അതോടൊപ്പം തന്നെ അത് അവനു വേണ്ടി മാത്രമാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നത്, ആ ജീവിതത്തിൽ അർത്ഥമാകുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ അറിയുകയായിരുന്നു നമ്മൾ. ഫാത്തിഹയിലെ ആദ്യത്തെ 4 വചനങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുകയായിരുന്നു. ആ അള്ളാഹുവിനോട് പിന്നെ അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്നില്ല. ആയത്തിൽ അള്ളാഹുവിനെ വിളിക്കുന്നില്ല. അള്ളാഹുവും റബ്ബും റഹീമും റഹ്മാനും മാലിക് യൗമുദ്ദീനുമായ നാഥ, മാലിക് യൗമുദ്ദീനുമായവനെ, നിന്നെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോടാണ് ഞങ്ങൾ ഇസ്തിഗാനത്ത് ചെയ്യുന്നത് എന്നാ പിന്നെ പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള പടച്ചവൻ, ആ പടച്ചവന് മാത്രം ആരാധന ചെയ്യുക എന്നാണ് ഈ വചനം അർത്ഥമാക്കുന്നത്. അതൊരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ സാധിക്കണം നമുക്ക്. അതോടൊപ്പം തന്നെ ഈ പ്രതിജ്ഞ എന്നത് അള്ളാഹു പറയുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചത് ഇതിനാണ് എന്നാണ്. മനുഷ്യരെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുവാനാണ്, ബാക്കിയൊന്നുമല്ല. അതിനുശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഭക്ഷണമോ പാനീയമോ നിവേദ്യങ്ങളോ ഒന്നും അവനാവശ്യമില്ല, മറിച്ച് അവനാവശ്യപ്പെടുന്നത് അവന് മാത്രമുള്ള ഇബാദത്താണ് എന്നാണ്. അങ്ങനെ അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ഫാത്തിഹയിലൂടെ നമ്മൾ ആവർത്തിക്കുന്ന ഈ പ്രതിജ്ഞ അർത്ഥപൂർണമാക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ അതിന് അർത്ഥപൂർണമാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.